മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ നാവികർ പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഇറാൻ വല്ല പണിയും കൊടുത്തോ എന്നാകും നമ്മൾ ആദ്യം ചിന്തിക്കുക. എന്നാൽ 5000 അമേരിക്കൻ സൈനികരെ വലയ്ക്കുന്ന ശത്രു ഇറാൻ അല്ല, അത് അവരുടെ കപ്പലിൽ തന്നെയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിലെ നാവികരാണ് ഇപ്പോൾ ശരിക്കും കഷ്ടപ്പെടുന്നത്. വില്ലൻ മറ്റാരുമല്ല, കപ്പലിലെ തകരാറിലായ 650ഓളം ശുചിമുറികളാണ്. $13 ബില്യൺ മുടക്കി നിർമ്മിച്ച ഈ പടുകൂറ്റൻ കപ്പലിലാണ് നാവികർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ഈ ഗതികേടുള്ളത്. കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ഈ കപ്പൽ കടലിലാണ്. സാധാരണ സമാധാന കാലത്ത് 6 മാസമാണ് ഇവയുടെ വിന്യാസമെങ്കിൽ ഇറാനുമായുള്ള പ്രശ്നങ്ങൾ കാരണം ഇതിപ്പോൾ 8 മാസം പിന്നിട്ടു. 11 മാസം വരെ നീളാനും സാധ്യതയുണ്ട്. ഈ തുടർച്ചയായ കടൽവാസം കപ്പലിന്റെ പ്ലംബിംഗ് സംവിധാനത്തെ ആകെ തകർത്തു. ഇതൊരു വാക്വം സംവിധാനമായതിനാൽ ഒരിടത്തുണ്ടാകുന്ന തകരാർ കപ്പലിലെ മറ്റു ശുചിമുറികളുടെയും പ്രവർത്തനത്തെ ബാധിക്കുകയാണ്. ചോർച്ച പരിഹരിക്കാൻ നാവികർ രാപ്പകൽ അധ്വാനിക്കുകയാണ്. അടഞ്ഞ പൈപ്പുകളിൽ നിന്ന് ഷർട്ടുകൾ മുതൽ 4 അടി നീളമുള്ള കയറുകൾ വരെയാണ് ജോലിക്കാർ പുറത്തെടുക്കുന്നത്. കപ്പലിന്റെ നീക്കങ്ങൾ അതീവ രഹസ്യമായതിനാൽ ഗോസ്റ്റ് മോഡിലുള്ള ഈ ചെറുപ്പക്കാർക്ക് വീട്ടുകാരുമായി സംസാരിക്കാൻ കഴിയില്ല. നാവികസേനയിൽ ഗോസ്റ്റ് മോഡ് എന്നാൽ കപ്പലിൽ നിന്നുള്ള എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും പൂർണ്ണമായും വിച്ഛേദിക്കുന്ന സുരക്ഷാ അവസ്ഥയാണ്. ഈ സമയത്ത് നാവികർക്ക് മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഉപയോഗിക്കാനും കഴിയില്ല. കുടുംബവുമായി യാതൊരു രീതിയിലും ബന്ധപ്പെടാനോ കഴിയില്ല. പുറം ലോകത്തേക്ക് ഒരു സിഗ്നലുകളും നൽകാത്ത ശത്രുക്കളുടെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ കപ്പൽ പൂർണ്ണമായും അദൃശ്യമായി ഒരു പ്രേതത്തെ പോലെ സഞ്ചരിക്കുന്നതിനാലാണ് ഗോസ്റ്റ് മോഡ് എന്ന് പേര് വന്നത്. അപ്പോൾ ഏതാണ്ട് 8 മാസത്തോളമായി ഗോസ്റ്റ് മോഡിൽ കഴിയുന്ന ചെറുപ്പക്കാർക്ക്, ഈ നാവികർക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഓർക്കണം. ഇതോടെ കടുത്ത നിരാശയിലായ പല നാവികരും ദൗത്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ നാവികസേന വിടാനൊരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. യുദ്ധത്തിന് പോകും മുൻപേ സ്വന്തം കപ്പലിലെ ശുചിമുറികളോട് പൊരുതി തോൽക്കുകയാണ് ഈ നാവികർ. ഇതിപ്പോൾ ആർക്കും സംഭവിക്കാം. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്നവർക്ക് സംഭവിക്കുമ്പോൾ അതൊരു ചെറിയ നാണക്കേടല്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.